കേരളം ചരിത്രപരമായ ഒരു ചുവടുവെപ്പുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഒരു വീട് എന്നത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധികൾ, ഭൂമി സ്വന്തമായില്ല എന്നതൊക്കെ ആ സ്വപ്നത്തിന് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ അതിന് കൈത്താങ്ങാകുകയാണ് സംസ്ഥാന സർക്കാർ എന്നതാണ്. ഭവനരഹിതർ ഇല്ലാത്ത ഒരു കേരളം എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായുള്ള ഒരു യാത്ര നിർണായകമായ ഘട്ടം മറികടക്കുകയാണ്. ഇതിനോടകം 5 ലക്ഷത്തിലധികം വീടുകൾ ആണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം ആണ് നടക്കുന്നത്. ഒപ്പം ഈ ലൈഫ് പദ്ധതി എന്ത് എന്നതാണ് നമ്മൾ വിശദമായി, അല്ലെങ്കിൽ ഇതുവരെ ലൈഫ് പദ്ധതിയിൽ പൂർത്തിയാക്കിയിട്ടുള്ള വീടുകളുടെ എണ്ണം എത്ര, അത്തരം കണക്കുകൾ ആണ് പരിശോധിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, അതായത് ഒരു റേഷൻ കാർഡ് ഒരു കുടുംബത്തിനുണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, അതായത് ഒരു റേഷൻ കാർഡിൽ 4-5 അംഗങ്ങളൊക്കെ ഉണ്ടാകാം, അതിലാർക്കും ഒരു വീട് സ്വന്തമായിട്ടില്ല എങ്കിൽ ആ റേഷൻ കാർഡിനെ ഒരു കുടുംബം ആയി പരിഗണിച്ചുകൊണ്ട് ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നു എന്നതാണ് സർക്കാർ വിഭാവനം ചെയ്ത ലൈഫ് പദ്ധതി എന്നത്. അതിൽ തന്നെ സ്വന്തമായി ഭൂമിയില്ലാത്ത ആളുകൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അവരെയും കണ്ടെത്തി ഈ റേഷൻ കാർഡിനുള്ളിൽ പേരുള്ള ആളുകളിൽ ഒരാൾക്ക് പോലും ഭൂമിയില്ലാത്ത സാഹചര്യമുണ്ടെങ്കിൽ, അതല്ല ഇനിയിപ്പോൾ ആരുടെയെങ്കിലും പേരിൽ ഒരു 3 സെന്റ് ഭൂമി ആണ് ഉള്ളതെങ്കിൽ അവരെയൊക്കെ ഈ പട്ടികയിലേക്ക് പരിഗണിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. ഒപ്പം വാർഷിക വരുമാനം എന്നത് 3 ലക്ഷത്തിൽ താഴെയായിരിക്കണം എന്ന ഒരു നിബന്ധനയുമുണ്ട്. ഇത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് ആണ് സർക്കാർ സ്വന്തമായി, അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ തന്നെ, പൂർണ്ണമായും സർക്കാർ ചെലവിൽ തന്നെ വീടുകൾ വെച്ചു നൽകുന്ന ഒരു പദ്ധതി വിഭാവനം ചെയ്തത് എന്നതാണ്. ഇടത് സർക്കാർ ആണ് ഈ ലൈഫ് ഭവന പദ്ധതി എന്ന ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത്. അങ്ങനെ 2016 തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊണ്ടുവെങ്കിലും 2017 മെയ് 23 ലൈഫ് ഭവന പദ്ധതിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അപ്പോൾ 9 വർഷം പിന്നിടുകയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ട്. അങ്ങനെ പദ്ധതി പ്രഖ്യാപിച്ച് 9 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഏറ്റവും ഒടുവിലെ കണക്കുകൾ, അതായത് ഫെബ്രുവരി വരെ ഉള്ള ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതിനോടകം തന്നെ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചിട്ടുള്ളത് 6,04,046 വീടുകൾ ആണ്. അതായത് ലൈഫ് ഭവന പദ്ധതിയുടെ കീഴിൽ വരുന്നത് 6,04,046 വീടുകൾ ആണ്. അതിൽ തന്നെ പൂർത്തിയായിട്ടുള്ള വീടുകൾ, ഇതുവരെ പൂർത്തിയായ വീടുകളുടെ എണ്ണം ആണ് ഇപ്പോൾ 5 ലക്ഷം കടന്നിട്ടുള്ളത്. അങ്ങനെ 5,364 വീടുകൾ ഇന്ന് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ കണക്കുകൾ എന്നത് അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അതായത് ഒരു ദിവസം 152 വീടുകൾ ആണ് ഈ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയാണ് ഈ 9 വർഷത്തിനുള്ളിൽ 5 ലക്ഷം വീടുകൾ നിർമ്മിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനത്തിന് സാധിച്ചിട്ടുള്ളത്. അവിടെ എടുത്തു പറയേണ്ടത് ഇപ്പോൾ 1 ലക്ഷത്തിലധികം വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയുമാണ് എന്നതാണ്. 1,3682 വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടി പൂർത്തിയാകുമ്പോൾ ആ കണക്ക് എന്നത് നേരത്തെ സൂചിപ്പിച്ച 6 ലക്ഷത്തിലേക്ക് തന്നെ അനുവദിച്ച വീടുകളിലേക്ക് എത്തുന്നു എന്നതാണ്. ഇനി നമ്മൾ ഈ ലൈഫ് പദ്ധതി പ്രകാരം എങ്ങനെയാണ് വീടുകൾ ലഭിക്കുന്നത്, ആ വീടിൻ്റെ സാഹചര്യം എന്ത് എന്നതാണ്. അതായത് 600 ചതുരശ്ര അടി ഉള്ള വീടുകൾ ആണ് ഈ ലൈഫ് പദ്ധതി പ്രകാരം നൽകുന്നത്. സ്വന്തമായി ഭൂമി ഇല്ലാത്തവർ, അതല്ല എങ്കിൽ 3 സെന്റിൽ അധികം ഇല്ലാത്തവർ, വാർഷിക വരുമാനം 3 ലക്ഷത്തിന് താഴെയുള്ള കുടുംബങ്ങൾക്ക് ആണ് ഈ ലൈഫ് പദ്ധതി പ്രകാരം വീടുകൾ അനുവദിക്കുന്നത് എന്നത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒപ്പം ഈ വീടുകളുടെ ഒരു പ്രത്യേകത എന്നത് വീടിൻ്റെ മേൽക്കൂര വാർപ്പ് ആയിരിക്കും, വാർക്ക എന്ന് നമ്മൾ പറയുന്ന മേൽക്കൂരയായിരിക്കും. ഒപ്പം ശുചിമുറി എന്നത് നിർബന്ധമാണ് എന്നതും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇനി എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്? ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് പറയുമ്പോഴും ഈ പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യതയിൽ ഭൂരിഭാഗവും സംസ്ഥാന സർക്കാരാണ് എടുക്കുന്നത്. ഈ പദ്ധതിയുടെ നിർവഹണവും ഏതാണ്ട് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റേത് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇത്രയധികം പദ്ധതികൾക്ക് വേണ്ടി ഇതിനോടകം ചെലവാക്കപ്പെട്ടിട്ടുള്ളത് 20,000 കോടി രൂപയിൽ അധികം ആണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. 20,000 കോടിയിൽ അധികം, അതായത് 20,000 കോടിക്ക് മുകളിൽ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കുമ്പോൾ അതിൽ 18,000 കോടിയും ചെലവാക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്.
കേന്ദ്രവിഹിതം എന്നത് 2000 കോടി രൂപ 2488.89 എന്നതാണ് കേന്ദ്രവിഹിതമായി നമുക്ക് ലഭിച്ചിട്ടുള്ള തുക എന്നതാണ്. ഈ തുകയിൽ നിന്ന് തന്നെ എത്രത്തോളം വലിയ തുക സംസ്ഥാന സർക്കാർ നൽകുന്നു എന്നത് വ്യക്തമാകുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ആണ് ജനങ്ങളിലേക്ക് ഈ ലൈഫ് പദ്ധതി പ്രകാരം വീടുകൾ എത്തുന്നത്. അതിൽ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വീടുകൾ മാത്രമല്ല എത്തുന്നത് എന്നതുകൂടി ഒന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചു പോകട്ടെ. അതായത് നിരവധിയായ ഭവന സമുച്ചയങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഭവന സമുച്ചയങ്ങൾ അനുവദിക്കപ്പെട്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ 18 ഭവന സമുച്ചയങ്ങൾ, ഭവന സമുച്ചയം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു വീട് എന്നത് 600 ചതുരശ്ര അടി എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായ വീട് മാത്രമല്ല, ഒന്നിലധികം നിലകൾ ഉള്ള വീടുകൾ, ഫ്ലാറ്റ് എന്ന് പറയുന്ന ഭവന സമുച്ചയങ്ങൾ, അങ്ങനെ 600 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതി വരുന്ന ഒന്നിലധികം നിലകളിൽ പ്രവർത്തിക്കുന്ന വീടുകളടക്കമൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. 18 ഭവന സമുച്ചയങ്ങളാണ് ഇതിനോടകം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ 23 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംഭാവന, അത് എടുത്തു പറയേണ്ട ഒന്നാണ്. അതായത് ഇങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ ഇതിൽ സ്പോൺസർഷിപ്പുകളുണ്ട്, സംഭാവനയുണ്ട്. ചില ആളുകളൊക്കെ ഈ പദ്ധതിക്ക് വേണ്ടി ഭൂമി ലഭിക്കുക എന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭൂമിക്ക് മൂല്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നത് അറിയാം. അപ്പോൾ ആ ഭൂമിയൊക്കെ കണ്ടെത്തുക സംസ്ഥാന സർക്കാരിന് വലിയ വെല്ലുവിളിയാണ്. അവിടെയാണ് 29.2 ഏക്കർ ഭൂമി സംഭാവനയായി ലഭിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെയുള്ള സ്പോൺസർഷിപ്പിലൂടെ അടക്കം ഭവന സമുച്ചയങ്ങൾ ഗുണഭോക്താക്കൾക്ക് വാങ്ങി കൈമാറിയ സാഹചര്യം കൂടിയുണ്ട്. 10 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിലായൊക്കെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെയാണ് വലിയൊരു ക്യാമ്പയിൻ്റെ കൂടി ഭാഗം. അതായത് മനസ്സോടെ ഇത്തിരി മണ്ണ് എന്ന ഒരു ക്യാമ്പയിൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ആ ക്യാമ്പയിനിൽ ആകൃഷ്ടരായിക്കൊണ്ട് ആളുകൾ 29.2 ഏക്കർ ഭൂമി കൈമാറുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതായത് ഒരു വലിയ പദ്ധതി, ഒരു പക്ഷേ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു സംസ്ഥാനം ഭവനരഹിതർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെയാണ് 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോഴിതാ ഈ ഒറ്റമുറി വീട്ടിൽ നിന്ന് സ്വപ്ന ഭവനത്തിലേക്ക് താമസം മാറുന്നതിൻ്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം കരകുളത്തെ കോമളകുമാരിയും കുടുംബവും. അർബുദ രോഗത്തോട് പൊരുതുന്നതിന് ഇടയിൽ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സന്തോഷ നിമിഷം ആണ് ഇത് എന്ന് കോമളകുമാരി പറയുന്നു. സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സർക്കാർ അനുവദിച്ച വീടുകളുടെ എണ്ണം 6 ലക്ഷം കടന്നെങ്കിലും അതിൽ 5 ലക്ഷം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അതിൽ 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കിയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുകയാണ്. അതിനോടനുബന്ധിച്ച് കരകുളത്തുള്ള ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കരകുളത്ത് ഏതാണ്ട് 480 സ്ക്വയർ ഫീറ്റിൽ ഈ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർമ്മിച്ചിരിക്കുന്ന വീടിന്റെ കവാടമാണ് ഇത്. ഈ വീടാണ് മുഖ്യമന്ത്രി പാലുകാച്ചി മറ്റ് പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിലൂടെ ഇതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ഈ കുടുംബനാഥൻ അതോടൊപ്പം തന്നെ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട്? നിങ്ങൾ നേരത്തെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങൾ ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ചെറിയ അടുക്കള ഉണ്ടായിരുന്നു. അതിലായിരുന്നു ഞങ്ങൾ 3 പേരും. മോൻ 22 വയസ്സായി, MBAക്ക് പഠിക്കുകയാണ്. അപ്പോൾ 3 പേരും കൂടി ആ റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് ഡ്രസ്സ് മാറണമെങ്കിലും ഒരാൾ മാറിക്കൊടുത്താലേ അടുത്ത ആളിന് ഡ്രസ്സ് മാറാൻ കഴിയുള്ളൂ. ആ അവസ്ഥയിലായിരുന്നപ്പോഴാണ് ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന്, കരകുളം പഞ്ചായത്തിന്റെ ഇതിൽ ലൈഫ് പദ്ധതിയിൽ വീടിന്റെ ഇതുകൊണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് 4 വർഷമായി. ഇപ്പോൾ ഞങ്ങൾക്ക് അത് വീട് അനുവദിച്ച് കിട്ടി. അങ്ങനെ അതിന്റെ പൈസ കറക്റ്റായിട്ട് കിട്ടിയപ്പോൾ എനിക്ക് അതിന്റെ പണി ചെയ്ത് തീർക്കാൻ കഴിഞ്ഞു. ഈ കാണുന്ന ചെയ്ത പണി 99% ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത പണിയാണ്. അതായത് കട്ടള വാതിൽ ജനൽ, പിന്നെ വയറിങ്, പ്ലംബിങ് എല്ലാം കഴിഞ്ഞിട്ട് മേശം പണി, കരിങ്കല്ല് വരെ റോട്ടിൽ ഇറക്കിയാണ്. ഈ വഴിയിൽ വെട്ടിയിട്ടില്ലായിരുന്നു. കരിങ്കല്ല് വരെ റോട്ടിൽ ഇറക്കി ഞാൻ ഒറ്റയ്ക്കാണ് ചുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ പണി ചെയ്തത്. എത്ര തുകയാണ് കിട്ടിയത്? 4 ലക്ഷം രൂപ കിട്ടി. 4 ലക്ഷം രൂപയും കിട്ടി. അവിടുന്ന് ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് ഈ പണി ചെയ്ത് ഇത്രയും ആക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമല്ല, വൈഫിന്റെ കഴിവും കൂടെ കൊണ്ടാണ്. വൈഫ് സുഖമില്ലാത്തതാണ്, ക്യാൻസർ രോഗിയാണ്. 13 വർഷമായി. മോൻ MBAക്ക് പഠിക്കുകയാണ്. സന്തോഷവും ലൈഫിന്റെ വീട് കിട്ടി 5 ലക്ഷം പേർക്ക് അതിലൊരാളാവാൻ സാധിച്ചത് സന്തോഷമുണ്ട്. ഇനി ഇത് തുടരണം എന്നാണ് ആഗ്രഹം.
അത്തരത്തിലാണ് പ്രതീക്ഷകൾ. ഈ വീടിനകത്തും ഒരു കുടുംബത്തിന് വേണ്ട താമസിക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടുന്നത്. അതായത് ഏതാണ്ട് ഒരു 20,000 കോടി രൂപയാണ് ഇതിനോടകം സംസ്ഥാന സർക്കാർ ആകെ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അതിൽ ഏതാണ്ട് ഒരു 88%, അതായത് ഒരു 18,000 കോടി രൂപയിലധികം സംസ്ഥാനം തന്നെയാണ് ചെലവാക്കിയിരിക്കുന്നത്. അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 6 ലക്ഷം രൂപയും ജനറൽ വിഭാഗങ്ങൾക്ക് 4 ലക്ഷം രൂപയുമാണ് സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിലൂടെ അനുവദിക്കുന്നത്. സമാനമായ തരത്തിൽ കേന്ദ്ര സർക്കാരും ഈ PM ഇത്തരത്തിൽ ഈ ഭവനരഹിതർക്ക് വേണ്ടി ചില സഹായങ്ങൾ നൽകുന്നത് നമുക്കറിയാം. അതിൽ നഗരമേഖലകളിൽ 1.5 ലക്ഷം രൂപയും ഗ്രാമീണ മേഖലയിൽ 72,000 രൂപയുമാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും അധികം തുക ഇത്തരത്തിൽ ഭവനരഹിതർക്ക് വേണ്ടി അനുവദിക്കുന്നത് കേരളമാണ് എന്നതാണ് ഇതിനെ ഈ പദ്ധതിയെ മറ്റ് പദ്ധതികളിൽ നിന്ന്, മറ്റ് ഭവനരഹിത പദ്ധതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു അവസരത്തിലാണ് കേരളത്തിൽ 5 ലക്ഷം ലൈഫ് മിഷൻ വീടുകളുടെ എണ്ണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് വലിയൊരു പദ്ധതിയായി അവശേഷിക്കുന്നതും. ഇനി 1 ലക്ഷം വീടുകൾ കൂടിയാണ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ളത്. വൈകാതെ തന്നെ അതിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് വിവരം. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന ഒരു കുടുംബം മുഖ്യമന്ത്രി പാലുകാച്ചുന്ന ഈ വീട്ടിലേക്ക് ഉദ്ഘാടനത്തിനായി ഈ വീട്ടിൽ പ്രവേശിച്ച് താമസിക്കാനായി തയ്യാറെടുക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. യെസ്, വലിയ സന്തോഷത്തിൽ ആണ് ഇങ്ങനെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വീടുകൾ ലഭിച്ചത്. അമ്പരചുംബികൾ ആയ ആഡംബര സൗധങ്ങൾ മാത്രമല്ല ഒരു പ്രദേശത്തിന്റെ വികസനത്തെ അടയാളപ്പെടുത്തുന്നത്, മറിച്ച് അടിസ്ഥാന വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ഇത്തരം സൗകര്യങ്ങൾ കൂടിയാണ്. തീർച്ചയായും സർക്കാരുകൾ എന്നത് ഭരണ തുടർച്ചയാണ്. ഇനിയിപ്പോൾ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഇത്തരം നല്ല പദ്ധതികൾ തുടരുക തന്നെ വേണം. അങ്ങനെ തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.